ഇന്ത്യയിലെ ടാക്സി സർവീസ് രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഭാരത് ടാക്സി ഇന്ന് ന്യൂഡൽഹിയിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുകയാണ്. സഹകരണ മേഖലയിലെ ആദ്യ ടാക്സി സേവനമായ ഈ ആപ്പ് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സഹകരണ മേഖലയിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ചെറിയ മൂലധനം സമാഹരിച്ച് എങ്ങനെ വലിയ തുടക്കങ്ങൾ കുറിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഭാരത് ടാക്സി എന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തിൽ ടാക്സി ഡ്രൈവർമാർക്ക് കൂടുതൽ ലാഭം ലഭിക്കുമെന്ന് മാത്രമല്ല, അന്തസ്സോടെ ഇതിന്റെ ഉടമസ്ഥരാകാനും അവർക്ക് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ സഹകാർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഈ ടാക്സി സേവനം നടത്തുന്നത്. അമുലിന്റെ മുൻനിര പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഡ്രൈവർമാരെ സ്വകാര്യ കമ്പനികളുടെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അവർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുകയുമാണ് ഈ സഹകരണ മാതൃകയുടെ ലക്ഷ്യം. ഭാരത് ടാക്സി പൂർണ്ണമായും ഒരു സഹകരണ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഡ്രൈവർമാർ വെറും പങ്കാളികളല്ല, മറിച്ച് അവർ ഓരോരുത്തരും ഉടമസ്ഥരാണ്. ഓരോ ഡ്രൈവർക്കും സഹകരണ സംഘത്തിൽ 5 ഓഹരികൾ വീതം ഉണ്ടായിരിക്കും. സ്വകാര്യ കമ്പനികൾ ഓരോ യാത്രയിൽ നിന്നും വലിയ തുക കമ്മീഷനായി ഈടാക്കുമ്പോൾ ഭാരത് ടാക്സിയിൽ കമ്മീഷൻ സമ്പ്രദായമില്ല. ഈ ആപ്പ് ഉപയോഗിക്കുന്നതിന് ഡ്രൈവർമാർ ദിവസവും നിശ്ചിത തുകയായ 30 രൂപ മാത്രം നൽകിയാൽ മതിയാകുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഡ്രൈവർമാർക്ക് മാത്രമല്ല, ഇതിൽ യാത്രക്കാർക്കുള്ള ഗുണങ്ങളും ഏറെയാണ്. സ്വകാര്യ ടാക്സികളെ അപേക്ഷിച്ച് ഭാരത് ടാക്സിയിൽ യാത്രാ നിരക്ക് 30% വരെ കുറവായിരിക്കുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. സ്വകാര്യ കമ്പനികൾ ഓരോ യാത്രക്ക് 30 മുതൽ 50 രൂപ വരെ കമ്മീഷൻ ഈടാക്കുമ്പോൾ ഭാരത് ടാക്സി ആ തുക ഒഴിവാക്കി ആ ലാഭം നേരിട്ട് യാത്രക്കാർക്ക് കിട്ടുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത്. ഇനി സുരക്ഷയുടെ കാര്യം നോക്കിയാൽ ഈ ആപ്പിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും പ്രത്യേക ഹെൽപ്പ് ലൈനും സജ്ജമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായി ഡൽഹി പോലീസുമായി സഹകരിച്ച് 35 പ്രത്യേക ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സാരഥികൾ എന്ന് വിളിക്കപ്പെടുന്ന ഡ്രൈവർമാരുടെ ജീവിത പശ്ചാത്തലം പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് അവരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഉൾപ്പെടുത്തുന്നത്. പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയും ഭാരത് ടാക്സിക്കുണ്ട്. സഹകാർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി നിയന്ത്രിക്കുന്നത്. ഇഫ്കോ, അമുൽ, നബാർഡ്, നാഫെഡ് എന്നിങ്ങനെയുള്ള രാജ്യത്തെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയും ഇതിനുണ്ട്. ഡൽഹിയിലും ഗുജറാത്തിലും നടത്തിയ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം വലിയ വിജയമായിരുന്നു. ദിനംപ്രതി ശരാശരി 5500 യാത്രകൾ ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഭാരത് ടാക്സിയുടെ സേവനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനോടൊപ്പം ഡ്രൈവർമാർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികളും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കാനും അവർക്ക് പദ്ധതിയുണ്ട്. സർജ് പ്രൈസിംഗ് ഉൾപ്പെടെ മറഞ്ഞിരിക്കുന്ന നിരക്കുകൾ ഒന്നുമില്ല ഭാരത് ടാക്സിക്ക് എന്നാണ് റിപ്പോർട്ടുകൾ. യാത്രക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസം അതിന്റെ സുതാര്യമായ നിരക്കുകൾ തന്നെയാണ്. യൂബർ പോലുള്ള സ്വകാര്യ ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി തിരക്കേറിയ സമയങ്ങളിലോ മഴ സമയങ്ങളിലോ ഭാരത് ടാക്സി പെട്ടെന്ന് നിരക്ക് വർദ്ധിപ്പിക്കില്ല. അതിന്റെ റേറ്റ് കാർഡ് അനുസരിച്ച് ആദ്യത്തെ 4 കിലോമീറ്ററിന് 30 രൂപ മാത്രമേ ഈടാക്കൂ. അതിനുശേഷം 4 മുതൽ 12 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിന് കിലോമീറ്ററിന് 23 രൂപയും ദീർഘദൂര യാത്രയ്ക്ക് കിലോമീറ്ററിന് 18 രൂപയുമായി നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാന നിരക്ക് നിലവിലെ മാർക്കറ്റ് നിരക്കിനേക്കാൾ വളരെ കുറവാണ്. ഇത് യാത്രക്കാർക്ക് ഗണ്യമായ ലാഭം നൽകാൻ സാധ്യതയുണ്ട്. ഭാരത് ടാക്സി ഉപയോഗിക്കുന്നതും വളരെ എളുപ്പമാണ്. ഇത് പൂർണ്ണമായും ആപ്പ് അധിഷ്ഠിത സേവനമാണ്. ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഭാരത് ടാക്സി റൈഡർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ നമ്പറും OTPയും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പിക്കപ്പ്, ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ നൽകുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ, അതായത് ഓട്ടോ അല്ലെങ്കിൽ ടാക്സി സെലക്ട് ചെയ്യുക. എന്നിട്ട് ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് തത്സമയം നിങ്ങളുടെ യാത്ര ട്രാക്ക് ചെയ്യാനും ഇതിൽ കഴിയും. യാത്രക്കാർക്ക് റൈഡ് ബുക്ക് ചെയ്യുമ്പോൾ വിവിധ ഓപ്ഷനുകൾ ലഭ്യമാകും. നോൺ AC, AC പ്രീമിയം, XL ക്യാബുകൾ ഉൾപ്പെടെ നിരവധി വിഭാഗങ്ങൾ ഈ ആപ്പ് വാഗ്ദാനം ചെയ്യുന്നു. ഭാരത് ടാക്സിയിൽ പിക്കപ്പ് സമയം കാര്യമായി കുറയുമെന്നും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരുമെന്നുമാണ് അവർ അവകാശപ്പെടുന്നത്.